ക്രിസ്തീയ സഭയിൽ അധ്യക്ഷരാകുവാൻ പരിശ്രമിക്കുന്നവർ അതിനുള്ള യോഗ്യത നിറവേറ്റുന്നതിന് തയ്യാറുള്ളവരായിരിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് അതിനുള്ള വില കൊടുക്കുവാൻ തയ്യാറാകണം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവാകുന്നു സഭയുടെ നായകനെങ്കിലും പ്രാദേശിക സഭയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുവാൻ വിശ്വാസവും സാക്ഷ്യവുമുള്ള പ്രാദേശിക നേതൃത്വം ഒഴിച്ചുകൂടാനാവാത്തതാകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിയമിക്കുന്ന അധ്യക്ഷന്മാരുടെ യോഗ്യതകളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് ദൈവസഭയ്ക്ക് നല്ലതല്ല. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നാം ഇന്ന് വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 3-ാം അധ്യായമാകുന്നു ചിന്തിക്കുവാൻ പോകുന്നത്. പ്രാദേശിക സഭയിലെ സ്ഥാനികളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. ഓർക്കണം, ഇവിടെ പ്രാദേശിക സഭയാണ് വിഷയം. സംഘടിത സഭ അല്ലെങ്കിൽ നാം ഇന്ന് കാണുന്ന വിധത്തിലുള്ള മേൽക്കോയ്മകളും അതുപോലെയുള്ള ഒരു സംവിധാനവും അല്ല പൗലോസിൻ്റെ സമയത്തുണ്ടായിരുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രാദേശിക സഭ, ഈ കാര്യം നാം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യം ആകുന്നു. വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കാലത്തും ഏതൊരു സാഹചര്യത്തിലും അനുഷ്ഠിക്കുവാൻ സഹായകമായ ഒരു സത്യം എന്നത്രേ. അതെ, നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന പ്രസ്താവന എന്ന് വേണമെങ്കിൽ പറയാം. എന്താണത്? ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ. അധ്യക്ഷൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക സഭയുമായി ബന്ധപ്പെടുത്തി വേണം നാം ചിന്തിക്കേണ്ടത്. ഇന്ന് പല സഭകളിലും പാസ്റ്റർ എന്നോ മൂപ്പനെന്നോ അച്ഛനെന്നോ ഫാദർ എന്നോ ഒക്കെ ഉപയോഗിക്കുന്ന ആ സ്ഥാനം, അതാണ് ഇവിടെ പറയുന്നത്. ആ സ്ഥാനത്തിന് മൂലഭാഷയായ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ ശരിയായ മലയാള തർജ്ജിമ മൂപ്പൻ എന്നാണ്. മൂപ്പൻ എന്നാൽ മൂത്ത ആൾ എന്ന അർത്ഥമാണല്ലോ വരുന്നത്. പ്രായമായവർ, പക്വതയുള്ളവരും മറ്റുള്ളവരെ ശരിയായ വഴിയിൽ നയിക്കുവാൻ പ്രാപ്തരും ആകുന്നു എന്നാണല്ലോ പൊതുവെ ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ധാരണയിൽ നിന്നും വന്നിട്ടുള്ള സ്ഥാനമാകുന്നു ഈ മൂപ്പൻ എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ അധ്യക്ഷൻ എന്ന് വായിക്കുമ്പോഴും നിങ്ങൾ പാസ്റ്റർ എന്നോ അച്ഛനെന്നോ ഉപയോഗിക്കുമ്പോഴും അവർക്കിവിടെ പറഞ്ഞിരിക്കുന്ന യോഗ്യതകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ചിന്തിക്കുക. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള സജീവമായ പരിശ്രമത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളുള്ള ഒരു മനുഷ്യൻ ആ സ്ഥാനത്തിനായി ആഗ്രഹിക്കുക തന്നെ വേണം. ഓടിപ്പോയി അടുത്ത തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾട്ടാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നൽകിയ വരങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ആ വ്യക്തിക്കൊരു സ്ഥാനം അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ അതിനുള്ള വരം നൽകിയിട്ടില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് അതിനായി അവനെ നടത്തുന്നില്ല എങ്കിൽ ആ സ്ഥാനത്തിന് വേണ്ടി പരക്കം പായുന്നതും പരിശ്രമിക്കുന്നതും അബദ്ധമാകുന്നു. അത് ദുരന്തത്തിൽ മാത്രമേ കലാശിക്കൂ. അനേകരുടെയും തലവേദന ഇന്ന് നാം കാണുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ധ്വനി സഭയിലൊരു അധ്യക്ഷനല്ല, പല അധ്യക്ഷന്മാരുണ്ടാകും എന്നത്രേ. പലർ അത് കാക്ഷിച്ചു എന്ന് വന്നേക്കാം. അധ്യക്ഷസ്ഥാനം എന്നുള്ള ഈ വാക്ക് അനേകം കൂട്ടങ്ങൾ വ്യാഖ്യാനിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ഒന്നത്രേ.
എപ്പിസ്കോപ്പൽ ഭരണക്രമമുള്ള സഭകളിൽ ഈ വാക്കിന് ഇതിൻ്റെ വ്യാഖ്യാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് കാണാറുണ്ട്. അധ്യക്ഷൻ അഥവാ ബിഷപ്പ് എന്നാൽ വാസ്തവത്തിൽ മേൽനോട്ടം വഹിക്കുന്ന ആൾ എന്നാണ്. ഓവർസിയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ആദിമസഭയിൽ പാസ്റ്റർ പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. 1 മൂപ്പനെന്നോ, 2 പ്രതിനിധി അഥവാ പ്രിസ്ബിറ്റർ എന്നോ വിളിച്ചിരുന്നു. വേറൊന്ന് പാസ്റ്റർ അഥവാ ഇടയൻ എന്ന് വിളിച്ചിരുന്നു. മറ്റൊന്ന് അധ്യക്ഷനെന്നോ മേൽനോട്ടം വഹിക്കുന്നവനെന്നോ വിളിച്ചിരുന്നു, ഓവർസിയർ. 4 ശുശ്രൂഷകനെന്നും വിളിച്ചിരുന്നു. ഒരു പാസ്റ്ററെ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകനെ ഒരിക്കലും റെവറൻഡ് എന്ന് വിളിച്ചിരുന്നില്ല. ഒരു പ്രസംഗകനെ, ഒരു സഭാ ശുശ്രൂഷകനെ അങ്ങനെ വിളിക്കാമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. റെവറൻഡ് എന്നത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കാവുന്ന വാക്കാണ്. പലരും ഈ കാര്യത്തിൽ എന്നോട് വിയോജിച്ചു എന്ന് വന്നേക്കാം. ഈ വാക്കിൻ്റെ മൂലഭാഷയിലെ അർത്ഥം ഭയങ്കരൻ അഥവാ ഭയമുളവാക്കുന്നവൻ എന്ന അർത്ഥമാകുന്നു. ആരെങ്കിലും നിങ്ങളെ അങ്ങനെ വിളിച്ചു എന്നാൽ അത് അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ വിളിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയോ അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുവാൻ നിങ്ങൾ ശ്രമം നടത്തുകയോ ചെയ്തെന്നാൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂപ്പൻ, അധ്യക്ഷൻ എന്നീ വാക്കുകൾ ഒരേ വ്യക്തിയെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരുന്നതാണെന്നത്രേ ഞാൻ കരുതുന്നത്. എപ്പിസ്കോപ്പൽ ഭരണക്രമം പിന്തുടരുന്നവർ ഞാൻ പറയുന്ന ഈ അഭിപ്രായത്തോട് യോജിക്കില്ല എന്നെനിക്കറിയാം. മൂപ്പൻ എന്നുപയോഗിച്ചിരിക്കുന്നത് ഈ സ്ഥാനമുള്ള വ്യക്തിയാകുന്നു എന്നും ആയത് പക്വത വന്ന ഒരു വിശ്വാസി ആയിരിക്കണം എന്നുമത്രേ ദൈവവചനം പഠിപ്പിക്കുന്നത്. അതേസമയം തന്നെ ബിഷപ്പോ അഥവാ അധ്യക്ഷൻ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ഥാനത്തെ മാത്രമാണ്. മൂപ്പൻ ആയിരിക്കുന്ന സ്ഥാനത്തെ മാത്രമാണ് അധ്യക്ഷൻ എന്ന ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയതിനാൽ ഈ 2 വാക്കുകളും ഒരേ വ്യക്തിയെയോ ആ ആളിൻ്റെ സ്ഥാനത്തെയോ കാണിക്കാവുന്നതാണ്. ആദിമസഭയിൽ ഒരു ബിഷപ്പോ അഥവാ അധ്യക്ഷനോ മറ്റ് അധ്യക്ഷന്മാരുടെ മേലോ മൂപ്പന്മാരുടെ മേലോ അധികാരമുണ്ടായിരുന്നില്ല. അവന് സഭകളുടെ മേലും അധികാരമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പരിചയം തിരുവചനത്തിൽ അവതരിപ്പിച്ച് കാണുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അനേകം സഭകൾ സ്ഥാപിച്ച പൗലോസ് പോലും തന്നെ സഭകളുടെ ബിഷപ്പായോ സഭകളെ ഭരിക്കുന്ന ആളായോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശുശ്രൂഷകൻ പ്രാദേശിക സഭയെ സേവിക്കുന്ന വ്യക്തിയാണ്, ഭരിക്കുന്ന വ്യക്തിയല്ല. ഇവിടെ പ്രാദേശിക സഭയുടെ വെളിച്ചത്തിൽ മാത്രമേ അധ്യക്ഷൻ്റെ പദവിയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയൂ. ഇന്ന് രാജ്യങ്ങൾ കീഴടക്കി ഭരിക്കുന്നത് പോലെയാണ് ഈ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നവർ ഭരിക്കുന്നത്. അവർ അവരുടെ രാജ്യങ്ങൾ ഉണ്ടാക്കുകയാണ്, സ്വന്തം രാജ്യങ്ങൾ. അങ്ങനെ ഒരു സഭയെ ക്രിസ്തു വിഭാവന ചെയ്തിട്ടില്ല. സഭ എപ്പോഴും പ്രാദേശിക കൂടിവരവുകൾ മാത്രമായിരുന്നു. അത് അങ്ങനെ മാത്രമേ ആയിരിക്കുവാൻ സാധിക്കൂ. ഇന്ന് ഇൻ്റർനാഷണൽ സഭകളും ഇന്ത്യൻ സഭകളുമൊക്കെയാണല്ലോ നാം കാണുന്നത്. ബഹുരാഷ്ട്ര കമ്പനികൾ പോലെയാണ് ഇന്ന് സഭകൾ. പ്രാദേശിക സഭയുടെ അധ്യക്ഷന്മാർ അതേ പ്രാദേശിക സഭയിൽ നിന്ന് തന്നെ ഉയർന്നു വരേണ്ടതുകൊണ്ട് വിശ്വാസികളായ എല്ലാ പുരുഷന്മാരും അധ്യക്ഷൻ്റെ ശുശ്രൂഷ കാംക്ഷിക്കുവാൻ ഉത്സാഹിപ്പിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. ഇന്ന് അധ്യക്ഷ സ്ഥാനത്തിനായി അല്ലെങ്കിൽ ബിഷപ്പ് ആകുവാൻ എല്ലാവരും വളരെ പ്രോത്സാഹനത്തോടെ തന്നെ ഇരിക്കുകയാണല്ലോ. കാരണം ആദായമുള്ള പണിയായിട്ടാണ് അതിനെ പറയുന്നത്. എന്നാൽ പൗലോസ് എഴുതിയ അർത്ഥത്തിലാകുന്നു എങ്കിൽ ഈ വോട്ട് പിടിക്കാൻ ഓടുന്നവർ ആരും പോയെന്ന് വരില്ല. അവർ യാതൊരു അന്യായ മാർഗങ്ങളിലൂടെയും വിജയിക്കുവാൻ ശ്രമിച്ചെന്നും വരില്ല. ഇന്ന് വേർപെട്ട് എന്ന് പറയുന്ന സഭകളിൽ പോലും വോട്ട് പിടിക്കുവാൻ എന്ത് പരിശ്രമമാണ്. ലക്ഷങ്ങൾ കോടികളാണ് ചെലവാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കഷ്ടമാണ്. ഒരു പ്രാദേശിക സഭയിലെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ സഭയിലെ പുരുഷന്മാർ ആഗ്രഹിക്കണമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. അതല്പം പ്രയാസമുള്ള കാര്യമാണ്. ഒരു വ്യക്തി ജനിച്ചു വളർന്ന സ്ഥലത്തും പ്രാദേശിക സഭയിലും ശുശ്രൂഷിക്കുക പ്രയാസമാണ്.
ആളുകൾക്ക് എന്നെ അറിയാം, എനിക്ക് ആളുകളെ അറിയാം, മറ്റുള്ളവർ എന്നെ ചോദ്യം ചെയ്തെന്ന് വന്നേക്കാം, എല്ലാവരും എൻ്റെ കൈമുത്തിയില്ല എന്ന് വന്നേക്കാം, ഭൗതികമായ ആദായം ഒന്നും ഉണ്ടാകുകയുമില്ല. ആരാണ് ഈ പണിക്ക് ഇറങ്ങുക? ഇല്ലേ? അതത്രേ പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക സഭയിലെ അധ്യക്ഷൻ, ഞാൻ ആയിരിക്കുന്ന സഭയിലെ മൂപ്പൻ, അതാണ് അവൻ പറയുന്നത്. അവൻ അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല വേലയെ ആഗ്രഹിക്കുന്നു. സഭയിൽ തനിക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന ഒരിടം അവൻ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അവന് വേറെ ഒരു താല്പര്യവുമില്ല, ശുശ്രൂഷ മാത്രം. അങ്ങനെ ആഗ്രഹിക്കുന്നത് ശരിയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ശരിയാകുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. നല്ല വേല ആഗ്രഹിക്കുന്നു. ഇവിടെ സ്ഥാനത്തേക്കാൾ ഏറെ ത്യാഗമാകുന്നു ചെയ്യുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള ദൈവ പൈതലിൻ്റെ ആഗ്രഹം. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനും ആയിരിക്കണം. ഒരു മൂപ്പനിൽ, ഒരു അധ്യക്ഷനിൽ കാണേണ്ട യോഗ്യതകളെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അവനായിരിക്കേണ്ട വിധം ഇവിടെ നാം കാണും. ഇതൊന്നും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. ഇതിൽ 1-2 ഉണ്ട്, അതുകൊണ്ട് മൂപ്പനാകുക അല്ലെങ്കിൽ അധ്യക്ഷനാകുക അല്ലെങ്കിൽ പാസ്റ്ററാകുക എന്ന് പറയുവാൻ സാധ്യമല്ല. എല്ലാം ഉണ്ടായേ മതിയാകും. നിരപവാദ്യനായി. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, സഭയിൽ ഒരു സ്ഥാനം താങ്കൾ സ്വീകരിച്ചെന്നാൽ ഏത് സ്ഥാനം സ്വീകരിച്ചാലും താങ്കളെക്കുറിച്ച് അപവാദം പറയുവാൻ ആളുകളുണ്ടാകും. ആവശ്യമില്ലാത്തതിനൊക്കെ കുറ്റപ്പെടുത്തിയെന്ന് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ, ആരെങ്കിലും ഉയർത്തുന്ന ആരോപണം ശരിയാകരുത് എന്നതത്രേ. അപവാദം പറയുവാനൊന്നും ഉണ്ടാകരുത്. അവനെക്കുറിച്ച് പറയുന്ന ആരോപണം അടിസ്ഥാനരഹിതമായിരിക്കണം എന്നതാണ് ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം വാസ്തവമായിരിക്കേണ്ടത്. ആരും അവനെ കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല. എന്നാൽ നാം തെറ്റ് ചെയ്തു എന്ന് നമ്മുടെ മനസാക്ഷി കുറ്റപ്പെടുത്തരുത്. തിരുവചനത്തിൽ വച്ചിരിക്കുന്ന നിലവാരത്തിൽ നിന്നും ഒരു മൂപ്പൻ, ഒരു പാസ്റ്റർ ഒരിക്കലും കുറഞ്ഞു പോകരുത്. അവൻ ആ നിലവാരത്തിൽ മുന്നേറുന്നവനായിരിക്കണം. ആരും ഒരു അധ്യക്ഷൻ്റെ നേരെ വിരൽ ചൂണ്ടുവാൻ അവനിൽ കുറവുകൾ ഉണ്ടാകരുത്. തുടർന്ന് കുടുംബജീവിതത്തെയാണ് സ്പർശിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ് ഏക ഭാര്യയുടെ ഭർത്താവും. ഇത് 2 പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചാട്ടെ. ഒന്നാമതായി, അധ്യക്ഷൻ അല്ലെങ്കിൽ മൂപ്പൻ അല്ലെങ്കിൽ പാസ്റ്റർ വിവാഹിതനായിരിക്കണം എന്ന് ഇവിടെ ധ്വനിയുണ്ട്, അല്ലേ? അങ്ങനെ ഒരു അർത്ഥം ഇവിടെ ഉണ്ടാകുമല്ലോ. പൗലോസിന് ഇത് മനസ്സിലുണ്ടായിരുന്നു എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. പൗലോസ് അവിവാഹിതനായിരുന്നല്ലോ എന്ന് താങ്കൾ ചോദിച്ചേക്കാം. എന്നാൽ പൗലോസ് വിവാഹിതനും ഭാര്യ മരിച്ചു പോയിരുന്നതുമാകുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട്. വിവാഹിതനല്ലായിരുന്നെങ്കിൽ സന്നിധി സംഘത്തിൽ അംഗമാകുവാൻ അവന് കഴിയുമായിരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാരണം. കൊരിന്ത്യ ലേഖനം പഠിച്ചപ്പോൾ ഈ വിഷയം നാം വളരെ വിശദമായി പഠിച്ചതാണ്. ഞാൻ വിശ്വസിക്കുന്നത് പൗലോസ് വിവാഹിതനായിരുന്നു എന്ന് തന്നെയാണ്. അവൻ പുനർവിവാഹം ചെയ്തില്ല. കാരണം അവൻ യാത്ര ചെയ്ത് വേല ചെയ്തിരുന്നതിനാലാകും അങ്ങനെ ചെയ്യാതിരുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന 2-ാമത്തെ കാര്യം, മൂപ്പൻ ഒന്നിലധികം ഭാര്യമാരുള്ള വ്യക്തി ആയിരിക്കരുതെന്നാണ്. പൗലോസിൻ്റെ കാലത്ത് ഈ ബഹുഭാര്യത്വം സാധാരണയായിരുന്നതിനാൽ പുതിയ നിയമസഭയിലെ അധ്യക്ഷന്മാർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നത് ഏക ഭാര്യയുടെ ഭർത്താവ് എന്നത്രേ. ഇവിടെ വേറെ ഒരു ചിന്ത കൂടിയുണ്ട്. ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1 വുമൺ മാൻ എന്ന 1 വുമൺ മാൻ. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പദപ്രയോഗമാകുന്നു. 1 വുമൺ മാൻ. ഇവിടുത്തെ അർത്ഥം ഒരു സഭാശുശ്രൂഷകൻ താൻ നിയമാനുസൃതം വിവാഹം ചെയ്ത ഒരേ ഒരു സ്ത്രീയുടെ ഭർത്താവായിരിക്കണം എന്നു മാത്രമല്ല, പിന്നെയോ ഒരു ഭാര്യയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന യാതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട്
യാതൊരു സ്ത്രീയുമായും ബന്ധമുള്ള വ്യക്തിയുമായിരിക്കരുത് എന്നും കൂടിയാകുന്നു ഇവിടുത്തെ അർത്ഥം. രഹസ്യമായോ പരസ്യമായോ അങ്ങനെ പരസ്ത്രീകളുമായി ബന്ധങ്ങളുള്ളവർക്ക് ഒരു സഭാ ശുശ്രൂഷകൻ ആകുവാനുള്ള യോഗ്യതയില്ല. ഒരു അധ്യക്ഷൻ ഏറ്റവും ഉയർന്ന ഒരു സാൻമാർഗിക നിലവാരം കാഴ്ചവെക്കുന്നവൻ ആയിരിക്കണം. മാതൃകാ കുടുംബജീവിതമുള്ളവനായിരിക്കണം മൂപ്പൻ അധ്യക്ഷൻ. ആദിമ നൂറ്റാണ്ടിൽ വിവാഹബന്ധം തകർന്നുകൊണ്ടിരുന്ന ഒരു കാലയളവുണ്ടായിരുന്നു. സന്തോഷമുള്ളൊരു വിവാഹബന്ധം വിരളമായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്രകാരത്തിലുള്ള ഒരു സമൂഹത്തിലേക്ക് ക്രിസ്തീയത്വം, ക്രിസ്തീയ കുടുംബത്തിൻ്റെ പാവനതയും ഉറപ്പുമായി കടന്നു വന്നു. ഇന്നും വിവാഹബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായി നാം കാണുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ക്രിസ്തുവിലുണ്ട് എന്ന് ക്രിസ്തീയ നേതാക്കന്മാർ തങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ തെളിയിക്കണം, അത് മാതൃകയാക്കി കാണിക്കണം. എന്നാൽ ഇന്ന് അനേക അധ്യക്ഷന്മാരും ഈ പ്രമാണത്തിന് അപവാദമായിരിക്കുന്നു. പലരും അധികം ശ്രദ്ധിക്കാത്ത ഇടമായി ഇത് മാറിയിരിക്കുന്നു. വിവാഹ ജീവിതം അനുഗ്രഹമല്ലാത്ത ഒരു മൂപ്പൻ സഭയ്ക്ക് അനുഗ്രഹമായിരിക്കുകയില്ല. ഭാര്യയും ഭർത്താവും മാതൃകയുള്ളവരായിരിക്കണം, ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കണം, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കണം. അടുത്തതായി പറയുന്നത് നിർമ്മതനായിരിക്കണം എന്നത്രേ. നിർമ്മതൻ എന്നാൽ ആത്മനിയന്ത്രണമുള്ളവൻ എന്നത്രേ, സെൽഫ് കൺട്രോൾ. സംസാരത്തിലും പെരുമാറ്റത്തിലും ആത്മസംയമനം പാലിക്കുന്നവർ. ശാന്തനും സൗമ്യനും ആയിരിക്കണം, എടുത്തുചാട്ടക്കാരനാകരുത്. എങ്ങനെ ശാന്തനായിരിക്കണം എന്നറിയാവുന്നവൻ ആകുന്നു അവൻ. എവിടെ നിർത്തണം എന്നവനറിയാം. നിർമ്മതനായ വ്യക്തി ജീവിതം ആസ്വദിക്കുന്നവനാണ്. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ വരെയാണ് തൻ്റെ ആസ്വാദനമെന്ന് അവനറിയാം. അവൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, എന്നാൽ എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവനറിയാം. അവൻ ആളുകളെ ശാസിക്കുന്നു, എന്നാൽ എപ്പോഴാണ് ശാസന നിർത്തി പ്രോത്സാഹനം തുടങ്ങേണ്ടത് എന്നവനറിയാം. നിർമ്മതൻ. ഇന്ന് അധ്യക്ഷന്മാർക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ? അടുത്തതായി നാം കാണുന്നത് ജിതേന്ദ്രിയൻ. ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയമുള്ളവൻ, ഗൗരവമുള്ളവൻ. അവൻ ചെയ്യേണ്ടത് എന്തെന്ന് അറിയാവുന്നവനാണ് ജിതേന്ദ്രിയൻ. ഒരു മൂപ്പൻ തമാശ പറയുവാനോ ചിരിക്കുവാനോ പാടില്ല എന്ന അർത്ഥത്തിലല്ല. അവൻ വഹിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച് അവൻ ഗൗരവമുള്ളവനായിരിക്കണം. അവൻ സ്വയം നിയന്ത്രണമുള്ളവനാകുന്നു. സന്തുലിത മനസ്സോടുകൂടിയവൻ എന്ന അർത്ഥം. എടുത്തുചാട്ടക്കാരനല്ല. ജിതേന്ദ്രിയനായൊരു വ്യക്തി പ്രതിസന്ധിയിൽ ആവശ്യമില്ലാത്തതുപോലെ പ്രവർത്തിക്കില്ല, സംസാരിക്കില്ല. സംയമനം പാലിക്കുവാൻ കഴിവുള്ളവൻ. ഓരോ അവസരത്തിലും പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഒരു അധ്യക്ഷൻ പരിഭ്രാന്തനായി യുക്തിവിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ ആകുവാൻ പാടില്ല. അവൻ നയിക്കുന്ന കൂട്ടത്തിൻ്റെ സ്ഥിരത, നല്ലൊരു പങ്ക് അവൻ്റെ സ്ഥിരതയെ ആശ്രയിച്ചിരിക്കുമെന്നോർക്കുക. അവൻ്റെ നിയന്ത്രണം അവന് നഷ്ടപ്പെട്ടെന്നാൽ കൂട്ടത്തെ മുഴുവൻ ആ വഴിക്ക് വലിച്ചിഴയ്ക്കുവാൻ അവന് കഴിഞ്ഞെന്ന് വന്നേക്കാം. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എടുത്തു ചാടി പ്രവർത്തിച്ചതിന് ശേഷം അന്നേരം എന്നെക്കൊണ്ട് മറ്റൊന്നും ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുവാൻ പല നേതാക്കന്മാരും ശ്രമിക്കാറുണ്ട്. എന്നാൽ അവർ വരുത്തിവെച്ച നഷ്ടം പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ് എന്ന് മറക്കരുത്. പലർക്കും സ്വയനിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് കാരണം അവർക്ക് പക്വതയില്ല എന്നതാണ്. പക്വത സാവധാനം ഉണ്ടാകുന്ന ഒരു ഗുണമാകുന്നു. ഒരു മൂപ്പന്, ഒരു പാസ്റ്റർക്ക്, ഒരു ശുശ്രൂഷകന് സ്വയനിയന്ത്രണം എത്രമാത്രം ആവശ്യമാണെന്ന് ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോരുത്തരും സമ്മതിക്കുന്ന കാര്യമാണ്. അത്യാഗ്രഹങ്ങളും അമിത വികാര പ്രകടനങ്ങളും ഇല്ലാത്ത വ്യക്തി, എല്ലാം അവൻ്റെ നിയന്ത്രണത്തിൽ തന്നെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ. അങ്ങനെ നിയന്ത്രിക്കുവാൻ അവന് കഴിയുന്നതിൻ്റെ രഹസ്യം അവൻ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശാന്തസ്വരം ശ്രദ്ധിച്ച് ഓരോ നിമിഷവും മുൻപോട്ട് പോകുന്നവനാകുന്നു അവൻ. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, അതെ, സ്വയം നിയന്ത്രണമുള്ള വ്യക്തിയായിരിക്കും. ഇനിയും നാം കാണുന്നത് സുശീലൻ. ഒരു അധ്യക്ഷൻ അച്ചടക്കമുള്ളവനായിരിക്കണം, പ്രത്യേകിച്ച് നന്നായി പെരുമാറുന്നവൻ. സുശീലൻ. അവൻ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഇടപെടാറില്ല.
സന്നിഗ്ധമായ കാര്യങ്ങൾ ചെയ്യാറില്ല. സൂക്ഷ്മതയില്ലാത്ത പ്രവർത്തനങ്ങളാൽ പല അധ്യക്ഷന്മാരും കുഴപ്പത്തിൽ ചാടുന്നത് സാധാരണ കാണാറുണ്ട്. ഒരു തുറന്ന പുസ്തകമായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. താങ്കൾ ചെയ്യുന്നത് തെറ്റല്ല എങ്കിൽ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ എന്തുകൊണ്ട് ഇടപെടണം? ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിക്കുവാൻ ചെന്നപ്പോൾ അവിവാഹിതനായ അവരുടെ സഭാധ്യക്ഷൻ അല്ലെങ്കിൽ മൂപ്പൻ വന്ന് താമസിക്കാറുള്ള വീടിനെക്കുറിച്ച് ജനങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. അവരുടെ സഭാ ശുശ്രൂഷകൻ അവിടെ സ്ഥിരതാമസമല്ലായിരുന്നു. അയാൾ ഓരോ ആഴ്ചയും വന്നു പോവുകയായിരുന്നു. അങ്ങനെ വരുമ്പോൾ സ്ഥിരമായി താമസിക്കുന്ന ഒരു വീട്, അയാൾക്ക് അവിടെ മാത്രമേ താമസിക്കാൻ കഴിയുമോ? ഏതെങ്കിലും അവിഹിത ബന്ധമില്ലാതെ ഇങ്ങനെ താമസിക്കുമോ? എന്തിനിങ്ങനെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കണം? സുശീലനായിരിക്കുന്ന ഒരു അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനത്തിന് ചേരുന്നതാണ്. അങ്ങനെയുള്ളവരെ ജനങ്ങൾ മാനിക്കും. ഇനിയും മറ്റൊന്ന് പറയുന്നത് അതിഥിപ്രിയൻ. മറ്റുള്ളവരെ തൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിക്കുവാൻ താല്പര്യമുള്ളവനായിരിക്കും സഭാശുശ്രൂഷകൻ. സഭായോഗം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പുതുതായി ആരാധനയ്ക്ക് വന്നവർക്ക് ചിലർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന്. പലപ്പോഴും ശുശ്രൂഷകൻ്റെ ഭാര്യ അതിനൊരുങ്ങുമോ? ശുശ്രൂഷകൻ അതിനെ പ്രോത്സാഹിപ്പിക്കുമോ? നമ്മുടെ പ്രൗഢി കാണിക്കുവാനല്ല, ആവശ്യത്തിൽ സഹായിക്കുവാനാണ്. ഒരു സഭയിൽ അതിഥി സൽക്കാരത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അവിടുത്തെ ശുശ്രൂഷകൻ്റെ ഭവനമാണ്. അതിന് കഴിയുന്നില്ല എങ്കിൽ ആ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലത്. ഇന്ന് പല ഉപാധിയും പറഞ്ഞൊരു ചായ പോലും കൊടുക്കാത്ത ശുശ്രൂഷകരുമുണ്ട്. ഇനിയും ഉപദേശിപ്പാൻ സമർത്ഥനും എന്ന് നാം കാണുന്നു. ഇത് ഞാൻ വളരെയേറെ ഊന്നിപ്പറയുന്നൊരു കാര്യമാണ്. ദൈവവചനം ശരിക്കും പഠിപ്പിക്കുവാൻ അറിയുവാൻ പാടില്ലാത്ത ഒരുവൻ ഒരിക്കലും ഒരു സഭയിലെ അധ്യക്ഷ സ്ഥാനം എടുക്കുവാൻ പാടില്ല. അവൻ ആരായിരുന്നാലും അതിനനുവദിച്ചു കൂടാ. അവന് മറ്റു ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപദേശിപ്പാൻ സമർത്ഥൻ, പഠിപ്പിക്കാൻ മിടുക്കൻ, ശുശ്രൂഷയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു യോഗ്യത ഇതാണ്. ഇന്ന് ഇതില്ലാത്ത സഭാ ശുശ്രൂഷകന്മാർ ഉണ്ടായി എന്നത് സഭയിലെ പ്രധാന പ്രശ്നമായി കാണുന്നു. ആനുകാലിക പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതിനുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കുവാനും ഒക്കെ കഴിവുള്ളവരുണ്ട്. പരിസ്ഥിതി മലിനീകരണമോ ഇന്നത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വമോ ഒക്കെ പ്രസംഗിക്കുവാൻ കഴിവുള്ള ശുശ്രൂഷകരുണ്ട്. ദൈവവചനം അറിയാവുന്ന, അത് ഗൗരവമായി പഠിപ്പിക്കുന്ന ശുശ്രൂഷകർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർ മൂപ്പന്മാരായിരിക്കുന്ന സഭകൾ ആത്മീയ പാപ്പരത്വത്തിലാണ്, പട്ടിണിയിലാണ്. 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനും ആയിരിക്കണം. ഇവിടെ അധ്യക്ഷൻ ആരായിരിക്കരുത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വാക്യത്തിൽ അവൻ ആരായിരിക്കണം എന്നാണ് നാം ചിന്തിച്ചത്. ഇവിടെ പറയുന്നു മദ്യപ്രിയൻ ആയിരിക്കരുത്. മദ്യപാനികൾ ഒരിക്കലും ഒരു സഭയെ ഭരിക്കുവാൻ അല്ലെങ്കിൽ സഭയിൽ ശുശ്രൂഷിക്കുവാൻ അനുവദിച്ചുകൂടാ. പിന്നെ പറയുന്നു തല്ലുകാരനും അരുത് എന്ന്. ഇങ്ങനെയുള്ളവർക്കാണ് സാധ്യത ഇന്ന് കൂടുതലെന്ന് തോന്നുന്നില്ലേ? പല കമ്മിറ്റികളിലും കസേര കൊണ്ടുള്ള തല്ലല്ലേ. അപ്പോൾ പിന്നെ ഗുസ്തി അറിയാവുന്ന നേതാവാണെങ്കിൽ സംഗതി എളുപ്പമാകുമല്ലോ. വഴക്കുണ്ടാക്കുന്ന പ്രകൃതിയുള്ള ഒരുവൻ ഒരിക്കലും ഒരു സഭയിലെ മൂപ്പനാകുവാൻ, ശുശ്രൂഷകനാകുവാൻ അനുവദിച്ചുകൂടാ. പിന്നെ പറയുന്നത് ദ്രവ്യാഗ്രഹമില്ലാത്തവനുമെന്ന്. പണത്തോട് ആഗ്രഹം ഉള്ളവനാകരുത്. ദ്രവ്യാഗ്രഹം അത് സകലവിധ ദോഷത്തിനും കാരണമെന്നാണല്ലോ വചനം പറയുന്നത്. ഒരു സഭയിലെ സ്ഥാനി പണം കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ അവൻ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിലും ചാടാവുന്നതാണ്. ദ്രവ്യാഗ്രഹിയായ ഒരുവന് സഭയിലെ അധ്യക്ഷ സ്ഥാനം യോജിച്ചതല്ല. ഇന്ന് അനേകരും പണമുണ്ടാക്കാനാണ് ഈ സ്ഥാനം ആഗ്രഹിക്കുന്നത് തന്നെ. എന്നാൽ പ്രമാണം ഒരിക്കലും മാറിയിട്ടില്ല സുഹൃത്തെ. പിന്നെ പറയുന്നു അവൻ ശാന്തനാകുന്നു. ഒരു കാര്യവുമായി അധ്യക്ഷൻ്റെ അടുക്കൽ ചെന്നാൽ അത് ക്ഷമയോടെ കേൾക്കുവാൻ മനസ്സുള്ളവൻ. ഒടുവിലായി പറയുന്നു കലഹിക്കാത്തവനെന്ന്.
കാണുന്നതിനെല്ലാം എടുത്തു ചാടി വഴക്കുണ്ടാക്കുന്നവൻ ആയിരിക്കരുത്. 4-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനായിരിക്കണം ഒരു മൂപ്പനെന്ന്. തൻ്റെ സ്വന്തം കുടുംബത്തിൽ അധികാരമുള്ളവനാണ് ഒരു മൂപ്പൻ. അവഗണനയും ബുദ്ധിപൂർവമല്ലാത്ത നേതൃത്വവും മൂലമാണ് ഒരു കുടുംബം നശിക്കുന്നത്. തിരക്കേറിയ ശുശ്രൂഷകളാൽ ഒരു മൂപ്പൻ, ഒരു ശുശ്രൂഷകന് തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവന് ദൈവസഭയെ എങ്ങനെ പരിപാലിക്കുമെന്ന്. യുക്തിയുക്തമായ ഒരു ചോദ്യമാണ് പൗലോസ് ഇവിടെ ചോദിക്കുന്നത്. വളരെ വാസ്തവം അല്ലേ? എന്നിട്ട് 6-ാം വാക്യത്തിൽ പറയുകയാണ്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. എത്ര മനോഹരമായിട്ടാണ് പൗലോസ് ഓരോന്ന് പറയുന്നതല്ലേ. പുതിയ ശിഷ്യനും അരുത്. ചിലപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ആഴ്ച തന്നെ സഭയിലെ ഏതെങ്കിലും ഒരു സ്ഥാനം അവനെ പിടിച്ചേൽപ്പിക്കും. ആർക്കും സമയമില്ലല്ലോ, എന്നാൽ പിന്നെ ഇപ്പോൾ വന്നവൻ ഏൽക്കട്ടെ എന്ന ചിന്ത. ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു പുതിയ ശിഷ്യൻ അതിന് തയ്യാറായിട്ടില്ല എന്നോർക്കണം. അവനെ ദ്രോഹിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ. എന്നിട്ട് പറയുകയാണ്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത് എന്ന്. പൗലോസ് പറയുന്നു, പിശാചിൻ്റെ ഏറ്റവും വലിയ പാപം നിഗളമായിരുന്നു. സഭയിലെ സ്ഥാനികളുടെയും പ്രസംഗകരുടെയും പാപവും അതുതന്നെയാണ്. ഒരു വലിയ അപകടം വരുത്തി വെക്കുകയാണ്. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനും ആയിരിക്കണം. പുറമേ ഉള്ളവർ എന്നാൽ സഭയ്ക്ക് വെളിയിലുള്ളവർ എന്നത്രേ. സമൂഹത്തിൽ സാക്ഷ്യമില്ലാത്തവർ ഒരിക്കലും സഭയിലെ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കരുത്. അവർ ക്രിസ്തുവിനെയല്ല, പിശാചിനെയത്തെ പ്രതിനിധീകരിക്കുന്നത്. അത് ഒരിക്കലും സഭയിൽ ഉണ്ടാകരുത്. എത്ര നല്ല പാഠങ്ങളാണ് പൗലോസ് പഠിപ്പിക്കുന്നതിൽ. ഇതനുസരിച്ച് സഭകൾ ക്രമീകരിക്കപ്പെട്ടാൽ, ഞാൻ പറയട്ടെ, ആദ്യ സഭകളിലെ അനുഭവം നമുക്കും അനുഭവിക്കുവാൻ സാധിക്കും. അതാണ് പെന്തക്കോസ്തിൻ്റെ അനുഭവം. അതിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തു താൻ ചെയ്തു വന്ന പ്രവൃത്തികളെ പഠിപ്പിക്കുകയും ഭരമേൽപ്പിക്കുകയും ചെയ്തത്. ദൈവവചനം അനുശാസിക്കുന്ന യോഗ്യതകളുള്ള നേതൃത്വ വൃന്ദം ദൈവസഭയുടെ ഇന്നിൻ്റെ ആവശ്യമാകുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്താട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.